അമ്മ വിഷമിക്കരുത്. അമ്മാവനെ ഒന്നും അറിയിക്കാതെ മഞ്ചാടി തിരിച്ചെത്തിക്കാൻ ഞങ്ങളെല്ലാവരും പരമാവധി ശ്രമിച്ചു. പക്ഷെ അവൾ പിടി തന്നില്ല അമ്മാവ. അവൾ നമ്മളെല്ലാരും തോൽപ്പിച്ചു കളഞ്ഞു. ഇല്ല, അങ്ങനെ നമ്മൾ തോറ്റ് പിന്മാറിയ അത് നമ്മുടെ കുഞ്ഞിന്റെ നാശത്തിന് മാത്രമായിരിക്കും. നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല രഘു, പാടില്ല. അറിവില്ലായ്മ കൊണ്ട് മക്കൾക്ക് പല തെറ്റുകളും പറ്റും. അത് തിരുത്തി അവരെ നേർവഴിക്ക് കൊണ്ടുവരേണ്ടത് ഒരച്ഛനായി എന്റെ കടമയാണ്. അതിനെന്താ വേണ്ടെന്ന് വെച്ചാൽ ഉടനെ തന്നെ ചെയ്യണം. ഞാൻ അങ്ങോട്ട് പോവാ. അമ്മ, ഞങ്ങളും വരാം. നമ്മളെല്ലാരും ഒരുമിച്ച് പോകാൻ തീരുമാനിച്ചതല്ലേ? അമ്മാവനോട് ഇരിക്കുക, നമുക്ക് ഒരുമിച്ച് പോവാം. അമ്മളി, നീ പെട്ടെന്ന് പോയി റെഡിയാവാൻ നോക്ക്. മോളെ സരോജിനെ ഏൽപ്പിച്ചിട്ട് നീ അവരെ വിളിച്ച് വേഗം വരാൻ പറ. നമുക്ക് പെട്ടെന്ന് തന്നെ അവിടെ എത്തണം. പെട്ടെന്ന് ഇറങ്ങി വാ. എന്റെ മോൾ, എന്റെ ഈശ്വര. ഞാനും മഞ്ചാടിയും എൻ്റെ വീട്ടിലേക്ക് പോയാലെന്ന് ആലോചിക്കുക. അമ്പലത്തിൽ വെച്ച് ഞങ്ങൾ മാലയിട്ട് വിവാഹിതരായെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയും അത് അംഗീകരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ജീവന്റെ അച്ഛനും അമ്മയും ഞങ്ങളെ ഏറ്റെടുക്കാൻ തയ്യാറായ എന്റെ വീട്ടുകാർക്ക് പിന്നീട് ഞങ്ങളുടെ ബന്ധം എതിർക്കാൻ കഴിയില്ല. അവിടെ താമസിച്ചോണ്ട് മാരേജ് രജിസ്റ്റർ ചെയ്യാന്നാ ഞങ്ങൾ വിചാരിക്കുന്നത്. അല്ലാതെ ഇവിടെ നിന്നുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ജീവൻ രാജന്റെ വീട്ടുകാർ അംഗീകരിക്കുമെങ്കിൽ എത്രയും വേഗം അവിടേക്ക് പോകുന്നതാണ് നല്ലത്. സ്വന്തം വീട്ടിൽ കിട്ടുന്ന സുരക്ഷിതത്വം വേറെ എവിടെയും കിട്ടിയല്ല. അതിനാദ്യം അവർക്ക് അവിടെ എത്താൻ കഴിയണ്ടേ? ഇന്നലെയും ജീവന്റെ വീടിന് മുമ്പില് മഞ്ചാടിയുടെ കുടുംബക്കാർ കാവലിരിക്കുന്ന കണ്ടു എന്നല്ലേ മുരുകൻ പറഞ്ഞത്? അതെ, ഇവരെ അവിടെ എത്തിക്കുന്ന കാര്യം ജീവന്റെ വീട്ടുകാരുമായി സംസാരിക്കാന്ന് കരുതിയാ ഞങ്ങൾ അങ്ങോട്ട് പോയത്. പക്ഷേ വീടിന് പുറത്ത് നിൽക്കുന്നവരെ കണ്ടപ്പോ ഞങ്ങൾക്ക് തിരിച്ചു വരേണ്ടി വന്നു. ഇന്നലെ ഞങ്ങൾ അമ്പലത്തിൽ വെച്ച് മാല ചാർത്തി നേരെ അങ്ങോട്ട് പോകുമെന്ന് അവർക്ക് തോന്നിക്കാണും. പക്ഷെ ഇന്ന് ഞങ്ങൾ പോകുമെന്ന് ആരും പ്രതീക്ഷിക്കില്ല. വീട്ടിൽ ചെന്ന് കയറുന്ന വരെയുള്ളൂ പ്രശ്നം. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആരും ഞങ്ങൾ അവിടെ നിന്ന് ഇറക്കി വിടില്ല. അവിടം വരെ എത്തിക്കാൻ പറ്റിയൊരു ടാക്സി നമുക്ക് ഏർപ്പാടായി കൊടുക്കാൻ വരിക, അതൊന്നും ഒരു പ്രശ്നമേ അല്ല. അങ്ങനെയാണെങ്കിൽ എന്റെ കയ്യിലെ കാശിനൊരു താലി വാങ്ങി ചരടി കെട്ടി നീ അത് മഞ്ചാടിയുടെ കഴുത്തി അണിയിച്ച ശേഷം പോവാൻ ജീവ. ആരെങ്കിലും ചോദിച്ചാ അതെങ്കിലും എടുത്ത് കാണിക്കാലോ. അയ്യോ, അത് വേണ്ട. താലി കെട്ടുന്നെങ്കിൽ അത് അതിൻ്റെതായ പവിത്രതയോടെ കെട്ടണം. ജീവന്റെ വീട്ടിൽ പോയ ശേഷം അതൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയും മുരുകൻ ചേട്ടാ. അതെ, ഇന്നലെ മഞ്ചാടിയുടെ ബന്ധുക്കൾ എൻ്റെ വീട്ടിൽ പോയ സ്ഥിതിക്ക് ഞങ്ങൾ അമ്പലത്തിൽ വെച്ച് മാല ചാർത്തിയ കാര്യം എൻ്റെ അച്ഛനും അമ്മയും എന്തായാലും അറിഞ്ഞിരിക്കും. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു എന്ന് വിശ്വസിക്കാൻ അവർക്കത് മതി. അതിൽ കൂടുതലൊന്നും എൻ്റെ അച്ഛനും അമ്മയും ചോദിക്കാനിടയില്ല. എങ്കിൽ പിന്നെ ഇന്ന് തന്നെ അവരങ്ങോട്ട് പോയിക്കോട്ടെ അച്ചായ. ജീവൻ രാജന് അവന്റെ അച്ഛനും അമ്മയും കൈവിടില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ നമുക്കെന്താ? അതല്ലേടി നിന്നോട് ഞാൻ ആദ്യം പറഞ്ഞേ. മുരുക, നീ പോയി ഇവർക്ക് പോകാനുള്ളൊരു വണ്ടി ഏർപ്പാട് ചെയ്യ്. അപ്പോഴേക്ക് ഞാനും സൂസന്റെയും കൂടി ഇവരെ രണ്ടുപേരും കൂടി വള്ളത്തെ കയറ്റി അക്കരക്ക് എത്തിക്കാം. എന്നാ അങ്ങനെ ആവട്ടെ. രണ്ടുപേരും എത്രയും വേഗം വീട്ടിലെത്തുന്നത് തന്നെയാ എല്ലാവർക്കും സമാധാനം. ഞങ്ങൾ വണ്ടി ഏർപ്പാടാക്കിയിട്ട് വിളിക്കാം. നിങ്ങൾ അതിന് ശേഷം ഇറങ്ങിയാൽ മതി. ഇതൊക്കെ നിസ്സാര കാര്യല്ലേ? അത്രേ ഉള്ളൂ. വള്ളത്തിൽ നിന്ന് ഇവർ ഇറങ്ങിയ ഉടനെ വണ്ടിയിലോട്ട് കയറണം. ഒരൊറ്റ മിനിറ്റ് പോലും കടവിൽ നിർത്താൻ പാടില്ല. ശരി, ആ വണ്ടിയിൽ ഇവർ രണ്ടുപേരും മാത്രം പോയാൽ മതിയല്ലോ. ഞങ്ങൾ ബൈക്കിൽ പുറകെ വിട്ടോളാം. അതല്ലേ നല്ലത്? അത് മതി മുരുക. കൂടെ ആരുമില്ലാതെ ഞങ്ങൾ തനിച്ച് വീട്ടിൽ കയറി ചെന്നാലേ അച്ഛനും അമ്മയ്ക്കും ഞങ്ങളോട് സിമ്പതി തോന്നും. അതുകൊണ്ട് വേറെ ആരും ഞങ്ങളോടൊപ്പം വരണ്ട. എന്നാൽ രണ്ടാളും വേഗം റെഡി ആയിക്കോ. വീട്ടിൽ കയറി ചെല്ലുമ്പോ കല്യാണ ചെറുക്കനും കല്യാണ പെണ്ണും വന്നതുപോലെ അച്ഛനും അമ്മയ്ക്കും തോന്നണം. വാടാ പവിത്ര. വല്ലതും കഴിച്ചിട്ട് ഇറങ്ങിയാ മതി. നിങ്ങൾ ഉടുപ്പ് മാറുമ്പോഴേക്കും ഞാൻ കഴിക്കാൻ എടുത്തു വെക്കാം. ഇച്ചായ, അതും കൂടി ഇങ്ങോട്ട് എടുത്തോ. ആയിക്കോട്ടെ. നീ അങ്ങനെ
ധൈര്യമായിട്ട് ഒരുങ്ങിക്കോ, കർത്താവ് കൂടെ ഉണ്ടാവും. പിന്നെ എന്തെങ്കിലും ഏനക്കേട് പറ്റിയ ഈ വീടും ഞങ്ങളും ഇവിടെ തന്നെ ഉണ്ടാവും. ആ അനുപമയ്ക്ക് എങ്ങനെയാണ് എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല രവി. സത്യമായിട്ടും ഞാൻ മഞ്ചാടിയുടെ കാര്യം അറിഞ്ഞതിന്റെ ടെൻഷനിലാണ് പോയേ. അവള് കാര്യങ്ങളൊന്നും വിശദമായിട്ട് അറിഞ്ഞില്ലെങ്കിൽ ഗോകുല് പറഞ്ഞ കാര്യങ്ങളെല്ലാം അനുവിനെ അറിയിക്കണമെന്ന് ഞാൻ കരുതിയുള്ളൂ. പിന്നെ എന്നെക്കൊണ്ട് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യാമെന്നും കരുതി. പക്ഷെ അനുപമയ്ക്ക് അതൊന്നും പ്രശ്നമില്ലാത്ത രീതിയിലാണ് അവൾ എന്നോട് പെരുമാറിയത്. അവരുടെ പ്രശ്നങ്ങൾ തീർക്കാൻ അവള് മതിയെന്ന ഭാവം. ഇതിന്ന് തന്നെ നിനക്ക് മനസ്സിലാക്കൂടെ ഇന്ദ്ര? നിന്നെ തീർത്തും അവളിപ്പോ ഒരു അന്യനായിട്ടാ കാണുന്നേന്ന്. അന്ന് വീഡിയോയുടെ കാര്യത്തിൽ ക്ഷമ ചോദിക്കാൻ പോയപ്പോഴും ഇത് തന്നെ ആയിരുന്നില്ലേ അവസ്ഥ? എന്നിട്ടും വീണ്ടും അവളുടെ മുന്നിൽ പോയ നിന്നെ തന്നെ പറഞ്ഞാ മതി. മഞ്ചാടിയെ സ്വന്തം അനിയത്തെ പോലെ കണ്ടതുകൊണ്ടായിരിക്കും ഹർഷേ ബാക്കിയെല്ലാം മറന്ന് ഇന്ദ്രൻ അനുപമയുടെ അടുത്തേക്ക് പോയത്. അവര് 2 ദിവസമായി മഞ്ചാടിയുടെ പ്രശ്നത്തിന് പുറകെ ഓടുകയായിരുന്നു എന്നൊന്നും ഇന്ദ്രൻ അറിയില്ലല്ലോ. പണ്ട് ഞാൻ അനുപമയുടെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്തതിന്റെ ശിക്ഷയായിരിക്കും. ഇപ്പോ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളുടെ ആത്മാർത്ഥത അനുപമയ്ക്ക് മനസ്സിലാവാതെ പോകുന്നത്. ഏതായാലും മഞ്ചാടിയുടെ കാര്യത്തിൽ എനിക്ക് വിഷമമുണ്ട്. അവള് നല്ല ബുദ്ധി തോന്നി തിരിച്ചു വന്നില്ലെങ്കിൽ അച്ഛനായിരിക്കും തകർന്നു പോകുന്നേ. ആ മനുഷ്യനൊരു പാവ. ഇന്ദ്ര, ഇപ്പോ അനന്തമാഷിനേക്കാളും വലിയ പാവം നീയാ ഇന്ദ്ര. നീ വീണ്ടും അനുപമയുടെ അടുത്ത് പോയ കാര്യം നിന്റെ അമ്മ അറിഞ്ഞാലുണ്ടല്ലോ. ആന്റിയോട് തൽക്കാലം നീ ഒന്നും പറയാൻ പോകണ്ട ഇന്ദ്ര. പറ്റിയത് പറ്റി. ഇനി മുതൽ നീ അനുപമയെ കാണുന്നതും സംസാരിക്കുന്നതൊക്കെ സൂക്ഷിച്ചു മതി ഇന്ദ്ര. നിന്റെ അമ്മ ആ ഷോപ്പിന്റെ കാര്യം അനന്തമാഷോട് സംസാരിക്കാന്ന് പറഞ്ഞിരിക്കല്ലേ? അതെ, അമ്മ രാവിലെ അങ്ങോട്ടാണ് പോയെന്ന് സംശയമുണ്ട്. എന്തായാലും മഞ്ചാടിയുടെ കാര്യം അമ്മ അറിയാത്തത് നന്നായി. അല്ലെങ്കിൽ ഓടിപ്പോയി അമ്മ അതും കൂടെ പൊട്ടിച്ചേനെ. എന്റെ ഇന്ദ്ര, മഞ്ചാടിയുടെ കാര്യമൊക്കെ സുശീല ആന്റി നേരത്തെ അറിഞ്ഞു. അതുകൂടി ഒരു ആയുധമായി കയ്യിൽ കരുതിയിട്ടാ ആന്റി പഞ്ചരത്നത്തിലേക്ക് പോയത്. ഷോപ്പിന്റെ കാര്യത്തിൽ മാഷ് വഴങ്ങിയില്ലെങ്കിൽ എടുത്ത് പ്രയോഗിക്കണമല്ലോ.